നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുക വഴി ശ്രീരാമൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് രാജ്യത്ത് ഒരു പറ്റം മനുഷ്യർ. ഏറ്റവും പ്രിയപ്പെട്ട ആരാധനാമൂർത്തിയോടുള്ള നിഷ്കളങ്കമായ പ്രതിബദ്ധതയാണോ നാം അവിടെ കാണുന്നത്? അതോ മുസ്ലിങ്ങളെ തോൽപ്പിച്ച് നേടിയ വിജയം എന്ന നിലയ്ക്ക് മതവെറി പൂണ്ട പിത്തലാട്ടമാണോ പലയിടത്തു നിന്നായി നുരഞ്ഞു പൊന്തുന്നത്? ജയ് ശ്രീറാം എന്ന വാക്യം വിശ്വാസമുദ്രയായാണോ അതോ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരായ ഹിംസാത്മകമായ കൊലവിളിയായാണോ ഇന്ന് രാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത്? രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ കണക്കെടുത്താൽ രാമഭക്തിയല്ല, പരമത വിദ്വേഷമാണ് ഹിന്ദുത്വ ആൾക്കൂട്ടത്തെ ആവേശം കൊള്ളിക്കുന്നത് എന്ന് ശരിയായി മനസ്സിലാക്കാം. ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യത്തിൻ്റെ പിൻബലത്തിൽ എന്ത് മതഭീകരതയും കാട്ടാമെന്ന ഭയജനകമായ അന്തരീക്ഷം രാജ്യത്ത് മിക്കയിടത്തും രൂപപ്പെട്ട് കഴിഞ്ഞു. വിശ്വാസത്തിൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്ന ശോഭായാത്രകൾ പലതും അന്യമതസ്ഥരെ ഭയപ്പെടുത്താനും അവരുടെ ആരാധനാലയങ്ങൾക്ക് മുന്നിൽ പോയി കൊലവിളി നടത്താനുമുള്ള ഉപാധിയാക്കുന്നു ഹിന്ദുത്വ സംഘം. രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയോടെ രാജ്യം പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറയുന്നു മോദി. രാജ്യം പ്രവേശിച്ച മതഘോഷത്തിൻ്റെ ഭീതിത ഘട്ടം ഏതാണെന്ന് നാം ഞെട്ടലോടെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സ്വന്തം മതവിശ്വാസം കൊണ്ടു നടക്കാനും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇന്ത്യ. എന്നാൽ ഒരാളുടെ മതവിശ്വാസം മറ്റൊരാളുടെ പൗരാവകാശത്തിന് മുകളിലൂടെ നിർവഹിക്കാൻ ആർക്കും അവകാശമില്ലാത്ത നാടുമാണ് ഇത്. കഴിഞ്ഞ 10 വർഷത്തെ സാമൂഹിക അന്തരീക്ഷം നാം പരിശോധിച്ചാൽ കണ്ടെത്താനാകുന്ന ഒരു സംഗതിയുണ്ട്. രാജ്യത്തെ ഹൈന്ദവ ആഘോഷ ദിനങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ഉപാധിയാക്കുന്നു ഒരു കൂട്ടർ. അതായത് ഭക്തിയെ മറയാക്കി വർഗീയ വിരോധം തീർക്കാനുള്ള ശ്രമം വ്യാപകമായി കഴിഞ്ഞു. മുൻ വർഷങ്ങളിലെ രാമനവമിയും ഹനുമാൻ ജയന്തിയുമെല്ലാം എങ്ങനെയാണ് കൊണ്ടാടപ്പെട്ടത്? അവിടെയെല്ലാം ആരാണ് ഇരകളാക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയായിരുന്നു അയോധ്യയിൽ മസ്ജിദ് പൊളിച്ച് നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനത്തിലും സംഭവിച്ചത്, തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം നമുക്ക് വിശ്വാസകർമ്മങ്ങൾ ചെയ്യാനുള്ളതല്ല, മറിച്ച് ഒരു ക്രിസ്ത്യൻ പള്ളി ആക്രമിക്കാനുള്ള ദിവസമാണത് എന്നു കരുതുന്നു മധ്യപ്രദേശിലെ ഹിന്ദുത്വ സംഘം. അതുകൊണ്ട് അവർ ഒരു ചർച്ചിന് മുകളിൽ കയറി കുരിശിൽ കാവിക്കൊടി കെട്ടിയ ശേഷം ഉറക്കെ ജയ് ശ്രീറാം വിളിക്കുന്നു. നിസ്സഹായരായ ക്രിസ്ത്യൻ ന്യൂനപക്ഷം അപമാനഭാരമടക്കി ആ കാഴ്ച കണ്ടുനിന്നു. ജയ് ശ്രീറാം എന്ന വിശ്വാസവാക്യം മധ്യപ്രദേശിലെ, ഇന്ത്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് എന്തായാണ് അനുഭവപ്പെടുന്നത്? പരമത വിദ്വേഷത്തിൻ്റെ ആക്രമണോത്സുകതയുടെ മുദ്രാവാക്യമായാണ് അത് അവരുടെ നെഞ്ചു തുളയ്ക്കുന്നത്. പ്രാണപ്രതിഷ്ഠ നിർവഹിച്ച ശേഷം ഇന്ത്യ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് പ്രസംഗിച്ച മോദിയുടെ വാചകം നമ്മുടെ മതരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു എന്ന നിലയ്ക്കാണ് ഹിന്ദുത്വ പരിവാരം ഏറ്റെടുത്തിരിക്കുന്നത്. രാജ്യത്ത് പലയിടത്തായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്താനുള്ള ലൈസൻസ് ഇതോടെ ആധികാരികമായി തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന മട്ടിൽ തെരുവിലിറങ്ങി വർഗീയ താണ്ഡവമാടി മതഭ്രാന്ത സംഘം. മുംബൈയിലെ ആക്രമണങ്ങൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നേ തുടങ്ങിയിരുന്നു. രാമൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ തെരുവിലിറങ്ങിയ സംഘം മുസ്ലിങ്ങളുടെ കടകളും വണ്ടികളും തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. ചെറുപ്പക്കാരെ ഭയപ്പെടുത്തി ജയ് ശ്രീറാം വിളിപ്പിച്ചു.
മീരാനഗറിലും നയന റോഡിലുമാണ് പിറ്റേന്ന് UP മോഡൽ ബുൾഡോസർ രാജ്യമായി മഹാരാഷ്ട്ര ഭരണകൂടം ഇറങ്ങിയത്. അനധികൃതമെന്നാരോപിച്ച് 15ഓളം കെട്ടിടങ്ങൾ അവിടെ ഇടിച്ചു പൊളിച്ചു. മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന മുഹമ്മദ് അലി റോഡിലും ബുൾഡോസറുമായി സർക്കാർ പാഞ്ഞു വന്നു. ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് അവിടെ കെട്ടിടങ്ങൾ ഇടിച്ചിട്ടത്. 1936 മുതൽ പ്രവർത്തിക്കുന്ന നൂറാനി മിൽക്ക് സെൻ്റർ അടക്കമുള്ളവ നിയമവിരുദ്ധമെന്നാരോപിച്ച് തകർത്തു. കെട്ടിടച്ചട്ടങ്ങളെല്ലാം പാലിക്കുന്നുവെന്നും ഒരു നിയമവിരുദ്ധതയും ഇവിടെ ഇല്ലെന്നും കടയുടമകൾ ആണയിടുന്നു. പക്ഷേ അത്തരം നൈതികതകളൊന്നും സംഘപരിവാര ഭരണകൂടങ്ങൾക്ക് ബാധകമാകുന്നില്ല. അവർ മറയില്ലാതെ വർഗീയ അജണ്ട നടപ്പാക്കുമ്പോൾ ഹിന്ദുത്വർ അതിന് കൈയടിക്കുന്നു. നോക്കൂ, കഴിഞ്ഞ 22-ന് ഉത്തർപ്രദേശിലെ സാന്ത് കബീർ നഗർ ജില്ലയിൽ ഒരു ശോഭായാത്ര സംഘടിപ്പിക്കുന്നു. ശ്രീരാമ വിജയം ആഘോഷിക്കാനാണ്. ആ യാത്ര ഒരു മസ്ജിദിൻ്റെ അടുത്തെത്തുമ്പോൾ തനിയെ നിൽക്കുന്നു. പാട്ടിൻ്റെ ഒച്ച കൂടുന്നു. മുദ്രാവാക്യങ്ങൾ വിദ്വേഷ സ്വഭാവത്തിലേക്ക് മാറുന്നു. കുറേ ചെറുപ്പക്കാർ ഗേറ്റ് മറികടന്ന് പള്ളിക്കകത്ത് കടക്കാൻ ശ്രമിക്കുന്നു. പോലീസ് കേസെടുക്കുന്നു. ഗണേഷ് പ്രജാപതി, സിദ്ധൻ ജയ്സ്വാൾ, അശോക് കുമാർ, അനിൽ, രമേശ് എന്നിങ്ങനെ 5 പേരെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവർക്കെതിരെ ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളൊന്നുമില്ല. അവരുടെ വീട് തകർക്കുന്നില്ല. മറിച്ചായിരുന്നുവെങ്കിൽ 5 പേരുടെയും വീട് നിമിഷാർദ്ധം കൊണ്ട് തവിടുപൊടിയാക്കിയേനെ ഉത്തർപ്രദേശിലെ യോഗി ബാബ അഥവാ ബുൾഡോസർ ബാബ. കഴിഞ്ഞ കുറേ കാലമായി നാം കണ്ടുവരുന്ന ഒരു പാറ്റേണാണ് ഇത്. ഏതെങ്കിലും ഹൈന്ദവ ഉത്സവത്തിൻ്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളിലൂടെ പ്രകോപന റാലി സംഘടിപ്പിക്കുക, സംഘർഷം സൃഷ്ടിക്കുക, എന്നിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ മാത്രം കേസുകൾ ചാർത്തുക. പിറ്റേന്ന് അവരുടെ വീടുകളും കടകളും സർക്കാർ തന്നെ വന്ന് തകർക്കുക. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി പോലും ഇടപെട്ടിട്ടും വളരെ ആസൂത്രിതമായ ഈ പദ്ധതി നിർബാധം തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഭോപ്പാൽ പോലീസ് എടുത്ത ഒരു കേസും അതിലുണ്ടായ കോടതി നടപടികളും ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഉജ്ജയിനിയിലെ ബാബ മഹാകാളി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഒരു ഘോഷയാത്രയ്ക്ക് നേരെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് മുസ്ലിം കുട്ടികൾ തുപ്പി എന്ന് പറഞ്ഞ് 2 പേർക്കെതിരെ കേസെടുക്കുന്നു. പൊടുന്നനെ തന്നെ ആ കുട്ടികളുടെ വീടുകൾ പൊളിച്ചു നീക്കുന്നു. തുടക്കം മുതലേ വ്യാജമാണെന്ന് ആരോപണമുയർന്ന കേസിൻ്റെ പൊള്ളത്തരം കോടതിക്ക് മനസ്സിലായി. സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും പോലീസാണ് ഞങ്ങളെക്കൊണ്ട് ഒരു പരാതിക്ക് താഴെ ഒപ്പുവെപ്പിച്ചത് എന്നും പരാതിക്കാരനും സാക്ഷികളും മൊഴി കൊടുത്തു. 160 ദിവസത്തോളം ജയിലിൽ കിടന്നതിന് ശേഷം ആ കുട്ടികൾ പുറത്തിറങ്ങി. അവരുടെ നഷ്ടപ്പെട്ട ദിവസങ്ങൾക്ക്, നേരിട്ട അപമാനത്തിന്, തകർത്തെറിഞ്ഞ അവരുടെ വീടിന് ആര് ഉത്തരം പറയും? ആര് പരിഹാരം ചെയ്യും? മുസ്ലിങ്ങളുടെ വീടുകളും സ്ഥാപനങ്ങളും തകർക്കുന്നത് അഭിമാനവും നേട്ടവുമായി വിചാരിക്കുന്ന പരിവാര ഭരണാധികാരികൾ അതിനി നിർമ്മിച്ചു നൽകുമോ? രാജ്യം എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം. മുംബൈയിൽ അവസാനിച്ചില്ല. തെലങ്കാനയിലെ നാരായൺപെട്ടിലും കണ്ടു പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ മതവെറി സംഘത്തിൻ്റെ പിത്തലാട്ടം. പ്രാണപ്രതിഷ്ഠയിലെ സന്തോഷം അവർ കണ്ടെത്തുന്നത് മുസ്ലിം പള്ളിക്ക് മുന്നിലെത്തി പ്രകോപനമുണ്ടാക്കുമ്പോഴാണ്. ഉച്ചത്തിൽ പാട്ടുവെച്ചും പള്ളി കോമ്പൗണ്ടിനകത്തേക്ക് പടക്കങ്ങളും ചെരുപ്പുകളും എറിഞ്ഞും ഹിന്ദുത്വർ പ്രകോപനം സൃഷ്ടിച്ചുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നാട്ടുകാരുടെ ഭാഗ്യം കൊണ്ട് അതൊരു സംഘർഷത്തിലേക്ക് വളർന്നില്ല. അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിച്ച് ഒരു കലാപമുണ്ടാക്കാനുള്ള ഹിന്ദുത്വരുടെ ശ്രമം വിജയിച്ചില്ല. ബീഹാറിലെ ഒരു മുസ്ലിം ഖബർസ്ഥാനിലേക്ക് പടക്കമെറിഞ്ഞ് തീപിടിപ്പിച്ചതും രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷിക്കാൻ ഇറങ്ങിയ ആൾക്കൂട്ടമാണെന്ന് ആരോപണമുയർന്നു. ഇങ്ങനെ അക്രമ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ രാജ്യത്ത് പലയിടത്തുമായി അരങ്ങേറി. ശ്രീരാമൻ്റെ സന്ദേശം സമഭാവനയുടേതാണെന്ന് പ്രസംഗിക്കാൻ, സമാധാനത്തിൻ്റെ സന്ദേശം നൽകാൻ ആരും തയ്യാറാവുന്നത് കണ്ടില്ല. അക്രമം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യാൻ ഒരു ഭരണപ്രധാനിയെയും നാം എവിടെയും കണ്ടില്ല. അവർക്കാവശ്യമുള്ളത് സംഹാരരൂപിയായ രാമനെയാണ്.
ആ രാമൻ്റെ പേര് പറഞ്ഞുള്ള നിഗ്രഹ പദ്ധതികളാണ്. രാമനവമിയും ഹനുമാൻ ജയന്തിയുമൊക്കെ മിക്കയിടത്തും ആചരിക്കുന്നത് ഇவ்விധത്തിൽ പരമത വിദ്വേഷത്തിൻ്റെ താണ്ഡവം എന്ന നിലയ്ക്കാണ്. ഏതെങ്കിലും വിശ്വാസ ദിവസം വന്നാൽ അപ്പോൾ തന്നെ ആ ദിവസങ്ങളിൽ മാംസവിൽപ്പന നിരോധിക്കുന്നത് ഇന്ത്യയിൽ സാധാരണമായി കഴിഞ്ഞു. മാംസം കഴിക്കേണ്ടാത്തവർക്ക് അത് കഴിക്കാതിരിക്കാം. എന്നാൽ തങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ ആരുടെ വീട്ടിലും മാംസം വേവരുത് എന്നാഗ്രഹിക്കുന്നതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത്. അതിനെയാണ് മതമൗലികവാദം എന്ന് വിളിക്കുന്നത്. ജൈനമതക്കാരുടെ ഒരാഘോഷത്തിൻ്റെ പേരിൽ മുംബൈയിൽ മാംസവിൽപ്പന വിലക്കിയ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത നടപടിയെ പിന്തുണച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് ഒന്നും ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഭരണകൂടത്തിന് അവകാശമില്ല എന്നാണ്. പക്ഷേ അത്തരം ഭരണഘടനാ ഓർമ്മപ്പെടുത്തലുകളൊന്നും ഹിന്ദുത്വ ഭരണകൂടങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ല. രാമനവമി പ്രമാണിച്ച് ആരും മാംസാഹാരം കഴിക്കാൻ പാടില്ലെന്ന് JNUവിലെ ABVP പ്രഖ്യാപിക്കുന്നിടത്താണ് കഴിഞ്ഞ വർഷത്തെ ഉത്തരേന്ത്യയിലെ അക്രമങ്ങൾക്ക് തുടക്കം. ഹോസ്റ്റലിൽ മാംസം വിളമ്പുന്നത് തടയാനെത്തിയ സംഘം തർക്കത്തിനൊടുവിൽ വലിയ അക്രമം അഴിച്ചുവിട്ടു. ABVPക്കാരുടെ കല്ലേറിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ 16 പേർക്ക് കാര്യമായി പരിക്കേറ്റു. നോക്കൂ, JNUവിലെ ഹോസ്റ്റലുകൾക്കെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട മെസ് കമ്മിറ്റികളുണ്ട്. ഹോസ്റ്റലിൽ നൽകുന്ന ഭക്ഷണ ലിസ്റ്റ് 1 മാസം മുന്നേ തയ്യാറാക്കുകയും അതിൽ 3 ദിവസം രാത്രി ഭക്ഷണമായി കോഴിയിറച്ചി, ആട്ടിറച്ചി, കോഴിമുട്ട എന്നിവ വിളമ്പുകയും ചെയ്യാറുണ്ട്. ഈ 3 ദിവസങ്ങളിൽ സസ്യാഹാരം കഴിക്കേണ്ടവർക്ക് അതിനും സൗകര്യമുണ്ട്. ഇങ്ങനെ ഇരിക്കെയാണ് ആരും മാംസം കഴിക്കരുത്, വിളമ്പരുത് എന്ന തിട്ടൂരവുമായി ABVPക്കാർ അക്രമം അഴിച്ചുവിട്ടത്. പൗരസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾക്കെതിരെ BJP ഇതര കക്ഷികൾ പോലും മിണ്ടിയില്ല എന്നതാണ് അന്നത്തെ ഞെട്ടൽ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ നോക്കൂ. JNU അക്രമങ്ങളുടെ പേരിൽ ABVPയെ പേരെടുത്ത് പഴിക്കാൻ പോലും അദ്ദേഹം അന്ന് തയ്യാറായില്ല. തല്ലുകൂടാനും സംഘർഷമുണ്ടാക്കാനുമല്ല, പഠിക്കാനാണ് ക്യാമ്പസിലേക്ക് വരേണ്ടത് എന്ന അഴകുഴമ്പൻ പരാമർശം നടത്തി ഒഴിഞ്ഞുകളഞ്ഞു കെജ്രിവാൾ. ഉത്തരേന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ സംഘപരിവാരം മുൻ വർഷങ്ങളിൽ നടത്തിയ സംഘർഷങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി. ഇപ്പോഴത്തെ അക്രമങ്ങളുടെ ആലോചന വഴി നമുക്ക് ശരിയായി മനസ്സിലാവും. കഴിഞ്ഞ വർഷം ഉത്തരേന്ത്യയിലെ വിവിധ നഗരങ്ങളിലൂടെ കടന്നുപോയ രാമനവമി ഘോഷയാത്രകൾ മുസ്ലിം മേഖലകളിൽ ആക്രമണോത്സുകമായ പ്രകോപനമാണ് സൃഷ്ടിച്ചത്. ഗുജറാത്തിലെ സബർകന്ത ജില്ലയിൽ വാളും മറ്റായുധങ്ങളുമായി നടന്ന ഘോഷയാത്ര മുസ്ലിം മേഖലയിലേക്ക് കടന്നതോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയായി. വീടുകളുടെ മട്ടുപ്പാവുകളിൽ നിന്ന് മുസ്ലിങ്ങൾ പരിഹസിച്ചുവെന്നാരോപിച്ചാണ് അക്രമം തുടങ്ങിയത്. അതിവേഗം സംഘർഷം വ്യാപിച്ചു. സമീപ ജില്ലയിലേക്ക് വരെ അത് പടർന്നു. കുഴപ്പം മനസ്സിലാക്കിയ പോലീസ് രണ്ടാമതൊരു ഘോഷയാത്രയ്ക്ക് അനുമതി കൊടുത്തില്ല. പക്ഷേ 1000-ഓളം ബജ്രംഗ് ദൾ VHP പ്രവർത്തകർ സംഘടിച്ചെത്തി വീണ്ടും ഘോഷയാത്ര സംഘടിപ്പിച്ചു. പോലീസ് അതിന് അകമ്പടി പോയി. ഭയാനകമായ അക്രമവും തീവപ്പുമൊക്കെയാണ് പിന്നീടുണ്ടായത്. മുസ്ലിം വീടുകളും കടകളും ആരാധനാലയങ്ങളുമെല്ലാം തകർക്കപ്പെട്ടു. അക്രമം അഴിഞ്ഞാടിയ രാത്രിയുടെ പിറ്റേന്ന് രാജസ്ഥാനിൽ നിന്ന് പുറത്തു വന്ന ഒരു ചിത്രം സമകാലിക ഇന്ത്യയിലെ വർഗീയ ഭ്രാന്തിൻ്റെ ആഴമെത്രയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. കരൗലിയിൽ മുസ്ലിം വ്യാപാരിയായ ഉസ്മാൻ്റെ അഗ്നിക്കിരയായ കടയും തൊട്ടടുത്ത് ഒരു പരിക്കുമില്ലാതെ രവിയുടെ കടയും. മുസ്ലിം വ്യാപാരികളുടെ കടകൾ പ്രാദേശിക ഹിന്ദുത്വ ആൾക്കൂട്ടം കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തുവെന്നാണ് ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ഗസറ്റിൻ്റെ കറസ്പോണ്ടൻ്റ് ട്വീറ്റ് ചെയ്തത്. രാജ്യം എത്രമേൽ ആഴത്തിൽ വിഭജിക്കപ്പെടുന്നുവെന്നും അതിന് ആരൊക്കെ ചൂട്ടുപിടിക്കുന്നുവെന്നും ഈ സംഭവങ്ങൾ നമ്മോട് തെളിമയോടെ പറഞ്ഞു തരുന്നു. BJPയുടെ മോദി ആരാധകരുടെ മനസ്സിലേക്ക് ഫാസിസം എന്ന ആശയം എത്രമേൽ വേരു പിടിച്ചിട്ടുണ്ട് എന്നറിയാൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയോട് സ്വീകരിക്കുന്ന സമീപനം കണ്ടാലും മതി. അസമിലൂടെ കടന്നു പോകുന്ന യാത്രയ്ക്ക് നേരെ ആക്രമണോത്സുകതയോടെ പാഞ്ഞടുക്കുകയാണ് അവർ. ഞങ്ങളുടെ സർക്കാരിനെതിരെ ഒരു ജാഥയും ഈ രാജ്യത്ത് വേണ്ടെന്ന തിട്ടൂരം മുഴക്കുകയാണ്. നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ യാത്രയ്ക്കെതിരെ കേസെടുക്കുമ്പോൾ അണികൾ യാത്രയെ ആക്രമിക്കാൻ സംഘം ചേർന്നു വരുന്നു. ജനുവരി 22-ന് ബാബരി മസ്ജിദ് പൊളിച്ചയിടത്തെ ക്ഷേത്രപ്രതിഷ്ഠാ ദിനത്തിൽ അസമിലെ ഒരു ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ രാഹുലിനെ തടയാനും അസം സർക്കാരിന് മടിയുണ്ടായില്ല.
മോദിജി ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് മറ്റാരും മറ്റൊരു ക്ഷേത്രത്തിലും പോകേണ്ട എന്ന മട്ടിൽ. അങ്ങനെ ആരും വാർത്തയിൽ ഇടം പിടിക്കേണ്ട എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു അസമിലെ BJP സർക്കാരിന്. താൻ ക്ഷേത്രം സന്ദർശിക്കുന്നത് എന്തിന് തടയുന്നു എന്ന രാഹുലിൻ്റെ ചോദ്യത്തിന് ഉത്തരം പോലും പറഞ്ഞില്ല അസം ഭരണകൂടം. അങ്ങനെ ഒരു കാരണവും പറയാതെ തന്നെ ആരെയും എവിടെയും തടയാമെന്ന അമിതാധികാര ബോധം അവരുടെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞു. നോക്കൂ, ഒരാൾ ക്ഷേത്രത്തിൽ പോകണമോ അകത്ത് കയറണമോ എന്നൊക്കെ തീരുമാനിക്കും വിധത്തിൽ രാജ്യത്തെ ഹൈന്ദവരുടെ ഒടേ തമ്പുരാനാവുകയാണ് BJP. അതിലൊന്നും നമ്മുടെ സാമൂഹ്യ മനസ്സിന് ഒരു ഞെട്ടലുമില്ല എന്നതിലാണ് ഞെട്ടൽ. എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ ഹിന്ദുത്വ സംഘങ്ങളുടെ സുഘടിതമായ കുപ്രചരണങ്ങൾ ഉണ്ടാകും. വിദ്വേഷ നുണകൾ അതിവേഗം മനുഷ്യരിലേക്ക് പരത്താനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. കാലിക്കടത്തിൻ്റെയും പശുവിറച്ചിയുടെയും ഒക്കെ പേരിൽ മുസ്ലിങ്ങളെ തല്ലിയും കുത്തിയും കത്തിച്ചുമൊക്കെ കൊന്ന കേസിലെല്ലാം ഈ വ്യാജ പ്രചാരണത്തിൻ്റെ റോൾ കാണാൻ കഴിയും. കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കുമായി കുപ്രചരണം നടത്തുന്നതിൽ വെറുപ്പ് കച്ചവടക്കാർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്നറിയണമെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു സർവേ റിപ്പോർട്ട് വായിച്ചാൽ മതി. തെറ്റായ വിവരങ്ങൾ മൂലം സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ BJPയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ ഒന്നാമതാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2024 ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ടിനായി സർവേ നടത്തിയ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ലോകമെമ്പാടുമുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രധാന ഭീഷണികളിലൊന്നാണ് തെറ്റായ വിവരങ്ങളുടെ പ്രചരണം. വിവിധ രാജ്യങ്ങളിലെ കഴിഞ്ഞ 2 വർഷങ്ങളിലെ സാഹചര്യങ്ങളെ പല മാനദണ്ഡങ്ങളിലൂടെ വിലയിരുത്തിയാണ് ഇന്ത്യ അപകട മുനമ്പിലാണെന്ന് അവർ കണ്ടെത്തിയത്. സാംക്രമിക രോഗങ്ങൾ, നിയമവിരുദ്ധമായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അസമത്വം, തൊഴിലാളിക്ഷാമം എന്നിവയ്ക്കെല്ലാം മുകളിൽ വ്യാജ പ്രചാരണങ്ങളാണ് ഇന്ത്യയുടെ 1-ാം നമ്പർ അപകട സാധ്യതയായി സർവേ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്തെ വ്യാജ വിവരങ്ങൾ വലിയ പ്രത്യാഘാതമുണ്ടാക്കാൻ പോകുന്നുവെന്ന ആശങ്കയും സർവേ സംഘം പങ്കുവയ്ക്കുന്നുണ്ട്. കുപ്രചരണങ്ങൾ വലിയ അശാന്തിയിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ തള്ളിവിട്ടേക്കാമെന്നാണ് പ്രധാന വിലയിരുത്തൽ. 2019 തെരഞ്ഞെടുപ്പിൽ വ്യാജ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിച്ചുവെന്ന് ഇതിനകം പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഓൺലൈനിലെ പോർവിളികൾ അതിവേഗം ഗ്രൗണ്ടിലേക്ക് പടരുന്നതിൻ്റെ തോത് നോക്കിയാൽ ഇന്ത്യ ഭീതിജനകമാം വിധം മുന്നിലാണ്. 2019 കോവിഡ് പ്രതിസന്ധി കാലത്തും കള്ളപ്രചരണങ്ങൾ ഏറ്റവും അധികം കുഴപ്പമുണ്ടാക്കിയ നാട് ഇന്ത്യയായിരുന്നു എന്ന് നമുക്ക് അറിയാം. എൽസാൽവദോർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, റൊമാനിയ, അയർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സിയറ ലിയോൺ, ഫ്രാൻസ്, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് തെറ്റായ വിവരങ്ങളുടെ പേരിൽ പിന്നീട് ഉയർന്ന അപകട സാധ്യത നേരിടുന്ന രാജ്യങ്ങൾ. അപകടകരമായ കുപ്രചരണങ്ങൾ തടയാൻ ബാധ്യതയുള്ള സർക്കാർ തന്നെ അതിനാവശ്യമായ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഇന്ത്യൻ നിരാശ. തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ പ്രവർത്തിക്കുന്ന ആൾട്ട് ന്യൂസ് പോലെയുള്ള സ്ഥാപനങ്ങളെ ലോകമാകെ പ്രകീർത്തിക്കുമ്പോൾ നമ്മുടെ സർക്കാർ ചെയ്തത് എന്താണ്? അതിൻ്റെ സ്ഥാപകരെ കള്ളക്കേസുണ്ടാക്കി ജയിലിലടയ്ക്കാനായിരുന്നു നമ്മുടെ സർക്കാരിന് ആവേശം. ഹിന്ദുത്വ വാച്ച് എന്ന പേരിൽ വെറുപ്പിനും വിദ്വേഷത്തിനും എതിരായ ഡോക്യുമെൻറ്റേഷൻ ദൗത്യം നിർവഹിച്ചു പോന്നിരുന്ന ഒരു പോർട്ടലിൻ്റെ ട്വിറ്റർ ഹാൻഡിലും കഴിഞ്ഞയാഴ്ച സർക്കാർ പൂട്ടിച്ചു. മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ BJPയും അനുബന്ധ ഗ്രൂപ്പുകളുമാണ് മുന്നിലെന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനാണ് അവരെ വേട്ടയാടുന്നത്. 2014 മോദി അധികാരത്തിലെത്തിയ ശേഷം മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായതായും ഇതുവരെ രേഖപ്പെടുത്തിയ വിദ്വേഷ പ്രസംഗങ്ങളിൽ പകുതിയിലേറെയും BJP ഗ്രൂപ്പുകളിൽ നിന്നാണെന്നും കഴിഞ്ഞ വർഷത്തെ അവരുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഓരോ സംഭവങ്ങളും വിശദമായി പരിശോധിച്ച് ആധികാരികത ഉറപ്പാക്കിയ ശേഷമാണ് അവർ വാർത്തകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. വിദ്വേഷ പ്രസംഗമോ വിദ്വേഷ അക്രമങ്ങളുമായോ ബന്ധപ്പെട്ട് കോടതിയിൽ വന്ന 1 ഡസനോളം കേസുകളിൽ ഹിന്ദുത്വ വാച്ചിൻ്റെ വീഡിയോകൾ തെളിവായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും ശ്രദ്ധേയമായൊരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തെയാണ് പതിയെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. അതായത് വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ ശബ്ദിക്കുന്ന സത്യത്തിൻ്റെ ശബ്ദങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നതാണ് അപ്രഖ്യാപിത നയം. വസ്തുതാവിരുദ്ധമായി റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെയും
സാമൂഹിക കാലുഷ്യം ലക്ഷ്യം വെച്ച് ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്ന നുണകളുടെയും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിന് മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് സുബൈറും പ്രതീക് സിൻഹയുമൊത്ത് 2017 ആൾട്ട് ന്യൂസ് എന്ന ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയത്. വ്യാജ വിവരങ്ങൾ പ്രളയം പോലെ കുത്തിയൊഴുകുന്ന ഇന്ത്യയിൽ ആൾട്ട് ന്യൂസിന് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. വെറുപ്പിൻ്റെ ഫാക്ടറികളിൽ നിന്ന് പുറത്തുവരുന്ന പെരുന്നുണകളെ അവർ പൊതുമധ്യത്തിൽ തുറന്നു കാട്ടി. ഏതെങ്കിലും ഒരു പ്രചരണത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടായാൽ സത്യമറിയാൻ ആളുകൾ ആൾട്ട് ന്യൂസിലേക്ക് പോകുന്നത് ഒരു ശീലമായി. തെളിച്ചു പറഞ്ഞാൽ BJP IT സെല്ലിനാണ് ആൾട്ട് ന്യൂസ് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് ലോകം ശ്രദ്ധിക്കുന്ന ഫാക്ട് ചെക്കിംഗ് സ്ഥാപനമായി. നൊബേൽ സമ്മാനത്തിനായി പോലും നോമിനേറ്റ് ചെയ്യപ്പെട്ടു. തെറ്റിദ്ധരിക്കപ്പെട്ട ഇന്ത്യ ഒരു സത്യകഥ എന്ന പേരിൽ ആൾട്ട് ന്യൂസ് ഒരു പുസ്തകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സമകാലിക ഇന്ത്യയിലെ ഏറ്റവും ഫലപ്രദമായ രാഷ്ട്രീയം നിറവേറ്റുകയാണ് ആൾട്ട് ന്യൂസ് എന്ന സമാന്തര മാധ്യമ സ്ഥാപനം. അതോടെ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ പ്രഖ്യാപിത ശത്രുക്കളായി അവർ മാറി. ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ നിരന്തരമായ സൈബർ ആക്രമണങ്ങൾക്കും കേസുകൾക്കും അതിൻ്റെ സ്ഥാപകർ ഇരകളായി. കെട്ടിച്ചമച്ച കേസിൻ്റെ പേരിൽ മുഹമ്മദ് സുബൈറിനെ ദിവസങ്ങളോളം ജയിലിലടച്ചു സർക്കാർ. പക്ഷേ അവർ ഭയന്ന് പിന്മാറിയിട്ടില്ല എന്നതാണ് ആശ്വാസം. അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു നാം. മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന, സത്യസന്ധമായി സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭമായി അത് മാറുമെന്ന് വിചാരിക്കാൻ ഇനിയൊരു സാധ്യതയും അവശേഷിക്കുന്നില്ല. അടിത്തട്ട് മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മേലെ മതവൈകാരികതയുടെ, വെറുപ്പിൻ്റെ, വ്യാജ പ്രചരണങ്ങളുടെ തീക്കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്. അംഗീകരിക്കാനാവാത്ത അപകടകരമായ ഈ ദുർഗതിയെ മറികടക്കാൻ ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യരുടെ ശരിയായ സംഘാടനമാണ് അനിവാര്യം. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.